റമദാനില് നോമ്പ് തുറക്ക് എന്ത് സ്നാക്സ് തയ്യാറാക്കുന്നത് എപ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ ആണല്ലേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്ന നോക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് രൂപത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ അങ്ങ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം ട്ടോ. ചിക്കന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. അപ്പം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നാൽ ഇനി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പച്ചമുളക്, സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഇട്ടോ. പിന്നെ കഷ്ണം ഇഞ്ചി, അരമുറി നാരങ്ങും കൂടി പീനിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ കിട്ടണം കേട്ടോ. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാബേജ്, കുറച്ച് ക്യാരറ്റ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു ബൗളിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടാ. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ബോൾ രൂപത്തിലാക്കിയിട്ട് പരത്തിയിട്ട് എടുക്കാം ട്ടോ. ഇനി പരത്തി വെച്ച മാവിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടാവുമല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മയോണീസ് ഇട്ട് കൊടുക്കുക. മയോണീസ് ഞാൻ മുട്ട പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മയോണീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചട്നി ഉണ്ടല്ലോ, അതും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു മാവും കൂടി പരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ചെറിയൊരു മൂടി എടുത്തിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് എടുക്കാം ട്ടോ. ഇതുപോലെ ആക്കി എടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇനി ആക്കിയിട്ട് എടുക്കാം ട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു മാവാക്കിയിട്ട് 4-5 ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം ട്ടോ. ഇതുപോലെ എല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ട്ടോ ഓരോന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും പോയിട്ട് വേഗം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറ.